ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഒരു 7 കൊല്ലം പഴക്കം ചെന്നൊരു വീഡിയോ ആണ്. ഞാൻ ഈ ഒരു വീഡിയോ ഇടണമെന്ന് കുറേ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. ഇടുമ്പോഴൊക്കെ എനിക്ക് കോപ്പറേറ്റ് വല്ല സോങ്സോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ച് ഇടുമ്പോഴൊക്കെ എനിക്ക് കോപ്പറേറ്റ് കിട്ടാറാണ് പതിവ്. എവിടെയും തോറ്റ് പിന്മാറാൻ പാടില്ല, അതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ വോയിസ് കൊടുത്ത് ആദ്യമേ ഇട്ടാൽ മതിയായിരുന്നു, പക്ഷെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു സോങ്ങിന് വേണ്ടി കാത്തിരുന്നേ. പക്ഷെ നടക്കണ ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ. ഇതിനാ അത് റിസ്ക് എടുക്കണം, ഞാൻ പിന്നെ വോയിസ് കൊടുത്തു ഗൈസ്. അപ്പം കാര്യത്തിലേക്ക് കടക്കാം. ഇത് എൻ്റെ ഒരു കല്യാണ വീഡിയോ ആണ്. നമ്മളെ വയനാടിൻ്റെ ദേശീയോത്സവം വള്ളൂർക്കാവാണെന്ന് അറിയാമല്ലോ. അപ്പം ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് എൻ്റെ ഒരു കല്യാണം നടന്നത്. 7 കൊല്ലത്തെ പഴക്കമുണ്ട് എന്നറിയാം. ഒട്ടും നമ്മൾ മറന്നു പോകാത്ത ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണത്. വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നോർമൽ സിമ്പിളായിട്ടുള്ള ഒരു കല്യാണമായിരുന്നു ഞങ്ങളത് കേട്ടോ. അതേപോലെ ഏട്ടൻ്റെ കുടുംബങ്ങളും അടുത്തറിയണവരും ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരും, അതേപോലെ നമ്മുടെ കുടുംബത്തിൽ ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരും കുടുംബക്കാരൊക്കെ ആയിരുന്നു കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പം രാവിലെ താലി കെട്ട് കേട്ടോ. ഇത് കഴിയുമ്പം അടുത്ത് കുറേ കല്യാണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ തിരക്കിട്ടായിരുന്നു നമ്മുടെ കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് നമുക്ക് അതിന് അത്ര സമയം കിട്ടിയില്ല, വേഗം പോയി റെഡി ആവുക. വീട്ടിൽ നിന്ന് ഞാൻ റെഡി ആയിട്ട് വന്നത് കേട്ടോ. ഇവിടെ വന്ന് സാരി മാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോഴേ എങ്ങനെയാണോ അത് തന്നെയായിരുന്നു കേട്ടോ. ഇതിപ്പം സാരി മാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ഇവിടെ വന്നിട്ട് അമ്പലത്തിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. വലിയ രീതിക്കുള്ള മേക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ നോർമൽ എങ്ങനെയാണോ റെഡി ആവുക അതുപോലെ തന്നെയായിരുന്നു. കുറച്ച് ഹെയർ സ്റ്റൈലൊക്കെ കുറച്ച് ചേഞ്ച് ഉണ്ടായിരുന്നു, അത്ര തന്നെയുള്ളൂ. വലിയ രീതിക്കുള്ള മേക്ക് ഓവർ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ആ സമയത്ത് അതിനെക്കുറിച്ച് വലിയ ധാരണ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊക്കെയാണ് കുറേ മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. 2019 ഒരു ജനുവരി 27-നായിരുന്നു കേട്ടോ ഞങ്ങളുടെ കല്യാണം ഉണ്ടായത്. അപ്പം അതിനുശേഷം ഇത്രത്തോളം വർഷങ്ങൾ നീണ്ടു പോയിട്ടാണ് ഞാൻ എൻ്റെ ഈ വീഡിയോ യൂട്യൂബിൽ ഇടുന്നത്. ഇതിന് മുന്നേ ഉള്ള ഒരു യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും കോപ്പിറൈറ്റ് ഒക്കെ വന്നായിരുന്നു കേട്ടോ. കാരണം ആ ചാനലിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. അത് കുറേ കഴിയുമ്പോൾ ആ ചാനൽ ടെർമിനേറ്റ് ആയി പോവുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാരണങ്ങളും കൊണ്ടായിരിക്കാം, ഇതുപോലെ കോപ്പിറൈറ്റും മറ്റും വന്ന വീഡിയോസ് കിട്ടത് കൊണ്ടായിരിക്കാം ഇതുപോലെ ടെർമിനേറ്റ് ആയി പോയത്. അത് വേറെ കാര്യം. ഒരു സമയത്തിന് ശേഷം ഞാൻ ചാനൽ ശ്രദ്ധിച്ചിട്ടുമില്ല. പക്ഷേ ഈ ചാനൽ നമ്മളിപ്പോൾ അങ്ങനെ അല്ലല്ലോ, നമ്മളത് ഒരു ജീവനെ പോലെ കൊണ്ട് നടക്കുകയാണ്. പരമാവധി ഞാനത് ശ്രദ്ധിച്ചതിനെ കൊണ്ടുപോകുള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോഴും കോപ്പിറൈറ്റ് വന്നായിരുന്നു. ഞാനത് ചെറിയ ടെൻഷനൊക്കെ ആയിരുന്നു, പേടിയായിരുന്നു, എന്തെങ്കിലും ആയി പോകുമെന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് വന്നാലും വേണ്ടില്ല, നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷം. അപ്പം വോയിസ് കൊടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് സാധാരണ എല്ലാവരും വിവാഹ വീഡിയോ ഒക്കെ അതുപോലെ മ്യൂസിക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ ഈ വർത്തമാനം പറയുമ്പോൾ ഭയങ്കര ചളുപ്പൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് നോക്കിയപ്പോഴും പറ്റണില്ല. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണുന്നവർ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ ഹൈപ്പ് ചെയ്യുക കേട്ടോ. ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ചെയ്യുക കേട്ടോ. എന്നാൽ ഓക്കെ, ബായ്.